സത്യത്തിൽ ഒരു പെയിൻഫുൾ വാർത്തയായിരുന്നു അത്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്കും ഇവിടെ PSC അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലെ PSC പരീക്ഷയുടെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ് ഒരു നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറി. നിങ്ങളിത് പരീക്ഷ എഴുതിയത് എപ്പോഴായിരുന്നു? 2019 2020 റാങ്ക് ലിസ്റ്റ് വന്നതോ 2023. ഇപ്പോൾ കാലാവധി തീരാൻ ഇനി 2 മാസമാണോ ഉള്ളത്? ഞങ്ങൾ ഫിലോസഫിയുടെ 4 മാസമാണ് ഉള്ളത്. ഫെബ്രുവരി 7 കഴിഞ്ഞു സർ, 3 വർഷമായി. അപ്പൊ അവര് നമ്മുടെ ലിസ്റ്റ് 0 അപ്പോയിന്റ്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ 0 അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ PSC പറഞ്ഞിട്ടുള്ളത് ഒരാളെ നിയമിക്കുവോളം ലിസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ സർ, നമ്മുടെ സർവീസ്, നമ്മുടെ സമയം ഇതൊക്കെ കടന്നു പോവല്ലേ. ഈ ഒരു 3 വർഷത്തിനുള്ളിൽ വേക്കൻസി പൊസിഷൻ നിങ്ങൾ നോക്കിയിരുന്നോ? വേക്കൻസി ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഉറുദുവിന്റെ എന്ന് പറയുമ്പോ 2 വേക്കൻസി ഉള്ളത് 2ഉം NCAക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. വരാനില്ലാത്ത ഒരു NCAക്ക് വേണ്ടി 20 വർഷത്തോളം പിന്നെ ഈ ഒരു വേക്കൻസി ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകുമ്പോ 1ാം റാങ്ക് കിട്ടിയ നമ്മൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ശരിക്കും സർക്കാരിന് അത് തരാലോ. ഈ 4 ഇയർ ഡിഗ്രിയുടെ വർക്കിലോട് പരിഗണിക്കപ്പെടാതെ ഈ ലിസ്റ്റിന് ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോ ഒരുപാട് പ്രയാസമുണ്ട് സർ. 4 ഇയർ ഡിഗ്രി ഫുൾ ഒരു പരീക്ഷണാർത്ഥാണല്ലോ. ഈ ഗസ്റ്റ് ഫാക്കൽറ്റിയെ വെച്ചിട്ടാണ് 4 ഇയർ ഡിഗ്രി ഒരു പുതിയ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുമ്പോ തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു ചീറ്റിംഗ് ആണ് സത്യത്തിൽ. പിന്നെ നമ്മുടെ ഒരു സാധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് ഒരു PSC പരീക്ഷയുടെ സങ്കല്പൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് PSC പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് ആ കോൾ ഫോർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് 1ാം റാങ്ക് കിട്ടിയിട്ട് പോലും ആ ജോലി കഴിഞ്ഞ് 2.5 വർഷമായിട്ട് അവർക്ക് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതിനപ്പുറം വലിയ ഇൻജസ്റ്റിസ് എന്താ വേണ്ടത്? അതെ സർ, അത് ഒരു കാര്യം കൂടി സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇപ്പൊ 2019 നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ സമയത്ത് UGCയുടെ ഈ 16 അവേഴ്സ് എന്നുള്ള ആ ഒരു റൂളില്ല. 2019 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ശരിക്കും ഇത് വരുന്നത്. അപ്പോ ആ നോട്ടിഫൈ ചെയ്ത സമയം പരിഗണിച്ചുകൊണ്ടെങ്കിലും ഈ ലിസ്റ്റിൽ നിന്നുള്ളവരെ ആ രീതിയിൽ പരിഗണിക്കപ്പെടണമായിരുന്നു. നമ്മളൊക്കെ വിഡ്ഢികളൊക്കെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ ആരോട് പറയും? ഞാൻ ഒരുപാട് തവണ ഞാൻ CMനെ കാണാൻ ശ്രമിച്ചു. കാരണം ഈ PS-മാര് PM-മാരെയൊക്കെ കാണുന്നതിലുപരി ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാലെങ്കിലും അത് ഒരു തീരുമാനം ഉണ്ടാവുന്ന നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എനിക്ക് CMനെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മള് അത്രയും ബന്ധങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അപ്പോ അറിയില്ല. എന്തായാലും ഇതിനൊരു നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് വെച്ചിട്ട് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കാണാൻ ശ്രമിച്ചിരുന്നോ? കണ്ടിട്ടുണ്ട് സർ. ഞാൻ ഒരുപാട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ എഡ്യൂക്കേഷനിൽ ഒരുപാട് തവണ, കണക്കില്ല. തിരുവനന്തപുരം നമ്മള് പിന്നെ നമ്മുടെ സമയം, പണം എല്ലാം ചെലവഴിച്ച് ഈ മലപ്പുറത്തൊന്നും ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ ന്യൂസ് കാണുമ്പോൾ അവർക്ക് തന്നെ അറിയാം, നമ്മുടെ പരിചിതമായ മുഖമായിരിക്കും അവർക്ക്. ഒരുപാട് തവണ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. DC-യിൽ പോയിട്ടുണ്ട്, PSC ഓഫീസിൽ പോയിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് നീതി കിട്ടുന്നില്ല. അവസാന ഘട്ടത്തിൽ ഈ ലിസ്റ്റിന്റെ കാലാവധി തീർന്നു എന്ന് തോന്നുന്ന പിറ്റേ ദിവസമാണ് ഞാൻ മീഡിയക്ക് മുന്നിൽ വന്നിട്ടുള്ളൂ. അതുവരെ ഞാൻ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ സർ നിന്നത്. സരസ്വതിക്ക് എന്താ പറയുന്നത് സാർ? നമ്മുടെ 2019 നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്കും ആന്റിസിപ്പേറ്ററി വേക്കൻസി ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ 2020 എക്സാം നടത്തി 2023 റാങ്ക് ലിസ്റ്റ് ഇട്ടു. അതിനുശേഷം 4 റിട്ടയർമെന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു പ്രിൻസിപ്പൽ പോസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ ഒരു ടീച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ 6 വേക്കൻസീസ് ആണ് ഉണ്ടായത്. ഇതില് ഇപ്പൊ ഇവര് പറയുന്ന 16 ഹവേഴ്സിന്റെ മാൻഡേറ്ററി കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ പാലക്കാട് ചിറ്റൂർ കോളേജില് 3 ഗസ്റ്റ് ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ആ 3-ല് ഒരെണ്ണം ഞാനാണ്. ഇപ്പൊ ഞാൻ കോളേജിൽ പോവാൻ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ഹോസ്റ്റലിൽ വന്ന് നിന്ന് ഗസ്റ്റ് ആയിട്ട് എനിക്ക് തന്നെ കിട്ടേണ്ട പോസ്റ്റില് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട്. പിന്നെ ഒരു നിവൃത്തിയില്ല സാർ, വേറെ എന്ത് ചെയ്യാനാണ്? അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഹയർ എഡ്യൂക്കേഷനിലെ സെക്രട്ടേറിയറ്റിലും DC ഓഫീസിലൊക്കെ കേറി മടുത്തു. നമുക്ക് ഒരു നല്ല വാക്ക് പോലും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല. അങ്ങനെ മതിയായിട്ടാണ് അവസാനം വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുച്ഛമായ ശമ്പളത്തിന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ലിസ്റ്റ് ഇപ്പൊ തീരാനായിട്ട് ഇനിയൊരു 4 മാസം കൂടിയേ ഉള്ളൂ.
പക്ഷെ ഞങ്ങളുടെ ലിസ്റ്റ് ഇട്ടപ്പോ തന്നെ ഒരു ഡി എ കാൻഡിഡേറ്റിനെ എടുത്തായിരുന്നു, ഒരു ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള ഒരാളെ. അതിനുശേഷം നമ്മുടെ ലിസ്റ്റ് അനങ്ങിയിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റ് ഇനി എക്സ്റ്റൻഷൻ എന്നുള്ളൊരു ഹോപ്പില്ല. ഇവര് ഈ ഫിലോസഫിയിൽ എക്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് എക്സസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ റിട്ടയർമെന്റ് വേക്കൻസി ഒന്നും തരില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ 6 വേക്കൻസീസ് കട്ടായിട്ട് 5 എക്സസ് പിന്നെയും ബാക്കിയുണ്ട്. സോ അതുകൊണ്ട് ഫിലോസഫിയിൽ അപ്പോയിന്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ പോലെ സാങ്ഷൻ പോസ്റ്റുകളിലെല്ലാം ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ചിറ്റൂർ കോളേജിൽ 3 ഗസ്റ്റ് 16 അവർ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാണ്. ഇതൊക്കെ വേക്കൻസി അല്ല മാഷെ. ഇപ്പൊ ഈ ഗസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇത്രയും എക്സസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഗസ്റ്റുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും ഇതും ഒരു ചെലവ് തന്നെയാണല്ലോ, ഇവർക്ക് സാലറി കൊടുക്കുന്ന പൈസ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അപ്പൊ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഈ പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്ന് 1ാം റാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി തരാതിരിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ബാധ്യതയെല്ലാം. ബാക്കി ഒരു കാര്യത്തിൽ ഈ ബാധ്യതകൾ നമ്മൾ കാണുന്നില്ല. നവകേരള യാത്രയും അങ്ങനെ പലതും നമ്മൾ പല കോപ്രായങ്ങളും കണ്ടാണല്ലോ. ഇവിടെ ഒന്നും ഈ ബാധ്യതകളൊന്നും ഇല്ല. നമ്മൾ ന്യായമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. കാരണം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് 4-5 വർഷമാണ്. ഒരു എക്സാം നടത്താൻ നമുക്കാണെങ്കിൽ അതുവരെ OMR എക്സാം ആയിട്ടുള്ളതിന് ഞങ്ങളുടെ സമയമായപ്പോ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമും എഴുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടു. ഒരു ദിവസത്തെ ഒരു കഷ്ടപ്പാടല്ല അത്, എത്രയോ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. ഇപ്പോ റാഷിദ പഠിച്ച എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാനും ഫിലോസഫിയിൽ ഡിഗ്രി PG MPhil എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക് ആണ്. നെറ്റ് JRF ആണ്. എന്നിട്ടാണ് ഇതിലും ഞാൻ ഫസ്റ്റ് റാങ്ക് വന്നത്. അപ്പൊ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനമാണ്, അല്ലാതെ ഒരു ദിവസം ഒരു സാധനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. കൺസിസ്റ്റൻസി നമ്മുടെ ഹാർഡ് വർക്കൊക്കെ വെറുതെ പോയി. ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഞാൻ സോഷ്യോളജി ആണ്. ഞങ്ങളുടെ ലിസ്റ്റിലാണെങ്കിൽ ഇതുവരെ ഒരു നിയമനങ്ങളും നടന്നിട്ടില്ല. 22 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കാലാവധിയിൽ ഒരു പ്രൊമോഷൻ വരാൻ സാധ്യതയില്ല, ഒരു റിട്ടയർമെന്റ് വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് പിന്നീട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് സർ. അത് ചെയ്തിട്ടില്ല. സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു വേക്കൻസി എക്സ്റ്റൻഷൻ പീരീഡിലും വരാനായിട്ട് യാതൊന്നുമില്ല. പ്രത്യേകിച്ച് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്സും വളരെ കുറവാണ് സർ. അപ്പൊ അതേസമയം ഞാൻ എയ്ഡഡ് കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് 4 വർഷത്തോളം സോഷ്യോളജി. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ അഡ്മിഷന് ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല. 3000-ഓളം ആപ്ലിക്കൻസ് ആണ് ഞങ്ങൾക്ക് വർഷപ്രതി വരുന്നത്. അപ്പൊ അത്ര ഡിമാൻഡ് കോഴ്സ് ആയിട്ട് പോലും ഇത്ര കുറവ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുക, എക്സാം ക്ലിയർ ചെയ്തവർക്ക് ഒരു ജോലി പ്രോസ്പെക്ട് ഇല്ലാതാവുക വളരെ മോശമാണ് സർ. പിന്നെ നമ്മുടെ പറഞ്ഞ പോലെ 4 വർഷം അപ്പൊ പ്രൈവറ്റ് സമയമാണ് നമ്മള് പ്രായം. അപ്പോൾ എന്തായാലും ഇതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയത്. ഇതിനകത്ത് ശക്തമായിട്ട് ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, പോരാടും. കാരണം ഇത് നിങ്ങളുടെ ഇത് വരുന്നതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, കേരളത്തിലെ ഏറ്റവും നന്നായി പഠിച്ച് 1ാം റാങ്ക് നേടിയവർക്ക് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, നിയമനം കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മളെ ഒരു നോക്കുകുത്തിയാക്കുന്ന സമീപനമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വി ആർ വെരി സീരിയസ് ഓൺ ഇറ്റ്. നമ്മളതിനകത്ത് ഉന്നയിക്കേണ്ട വേദികളെല്ലാം ഉന്നയിക്കും, ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ഒരു കേരളത്തിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും, കൃത്യമായിട്ടും കൂടെ ഉണ്ടാവും. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെയും പാർലമെൻറ്റിലും അതുപോലെ കേരളത്തിലെ വേദികളിലുമൊക്കെ തന്നെ ശക്തമായിട്ട് ഉന്നയിക്കും. താങ്ക് യു സംസാരിക്കാൻ. താങ്ക് യു. ഞാൻ ഹോപ്പ് ചെയ്യാണ് 2-3 മാസത്തിനകം നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നത് ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അതിനുവേണ്ടി പോരാടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ ഉറുദു സോഷ്യോളജി പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവർ പോലും കഴിഞ്ഞ 2 വർഷമായിട്ട് നിയമനം കിട്ടാതെ കാത്തിരിക്കുന്നു. 2023 സത്യത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണിത് കാണുന്നത്. ഞാനിപ്പോൾ അവരോട് 3 പേരോടും സംസാരിച്ചു. റഷീദ, സരസ്വതി, അതുപോലെ തന്നെ മമത. ഒരാളെ കിട്ടിയില്ല. ഇവരെല്ലാം 1ാം റാങ്കുകാരാണ്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിൽ 1ാം റാങ്ക് നേടുന്നവർക്ക് പോലും നിയമനമില്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളെ
എത്രമാത്രം വഞ്ചിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പിൻവാതിൽ നിയമനം അരങ്ങ് താർക്കുകയാണ്. താൽക്കാലിക നിയമനങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങൾ വായിച്ചാലും താൽക്കാലിക നിയമനങ്ങൾ നടക്കുകയാണ്. ദ്രുതഗതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. താൽക്കാലിക നിയമനത്തിൽ നിയമിച്ചവരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. മറുഭാഗത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷകളിലും അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ BA MA തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും അവർ ആ ട്രാക്കിൽ കാണുന്നു 1ാം റാങ്ക് വാങ്ങിച്ചതാണ്. അവർക്ക് പോലും ജോലിയില്ലാത്തൊരു നാടായിട്ട് കേരളം മാറുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ വിശ്വാസ്യത എന്താണ്? ക്രെഡിബിലിറ്റി എന്താണ്? എന്തിനാണ് കുട്ടികൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ ഏറെയുള്ള കേരളത്തിൽ ഇതൊരു കേസ് മാത്രമല്ല, ഇതൊരു സാമ്പിളാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാം. റാങ്ക് ലിസ്റ്റിൽ പിന്നിൽ നിൽക്കുന്നവരാണ്. 1ാം റാങ്ക് നേടുന്നവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് പറയുന്ന കാരണം എന്ന് പറയുന്നത്. മറ്റെല്ലാത്തിനും ഇവർക്ക് സാമ്പത്തികമുണ്ട്. എന്ത് നടത്താൻ സാമ്പത്തികമുണ്ട്, ദൂർത്ത് നടത്താൻ സാമ്പത്തികമുണ്ട്, PR എക്സസൈസിന് വേണ്ടി സാമ്പത്തികമുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് നിങ്ങളുടെ ചാനലുകൾക്കെല്ലാം കിഫ്ബി വഴി പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടത്. കിഫ്ബി വഴി പ്രചരണത്തിന്. ആയിക്കോട്ടെ, പരസ്യം അതിന് പൈസയുണ്ടല്ലോ, പരസ്യത്തിന് പൈസയുണ്ടല്ലോ സർക്കാരിന്. പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ 1ാം റാങ്ക് മേടിച്ചവർക്ക് പോലും ജോലി കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളൊരു സംശയമില്ല. ഏത് ശക്തമായിട്ട് അടിയന്തരമായിട്ടും സർവകലാശാലകൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം. സർവകലാശാലയിൽ നിന്ന് ഈ കുട്ടികൾക്ക് നിയമനം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്.